ദിവ്യയ്ക്ക് ഒരു ഷോപ്പ് തുടങ്ങണം, ഒരു ബൊട്ടീക്ക് തുടങ്ങണം. എന്തേ ആവശ്യമുള്ളൂ? അത് അറിയണം അല്ലേ? ഡിസൈനിങ് അറിയണം. രണ്ടാമത്തത് ഒരു ഷോപ്പ് വേണം, റെൻറ്റിന് എടുക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് വേണം. മൂന്നാമത്തത് കുറേ മെറ്റീരിയൽസൊക്കെ ഇറക്കണം, സാധന സാമഗ്രികൾ, അതിൻ്റെ ടൂൾസും സാധനങ്ങളൊക്കെ ഇറക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആ ഉള്ള കഴിവുകൾ മതി, അറിവുകൾ മതി. ഇതിപ്പോൾ എവിടെയെങ്കിലും ഒരു കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ എവിടെ പോയാലും ഇതിൻ്റെ ഒരു കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അറിവുള്ള ഒരാളോട് പോയി ചോദിച്ചാലോ പറഞ്ഞു തരും. തുടങ്ങാൻ വരെ അത് മതി. ചിലപ്പോൾ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു വർഷം ആ സ്ഥാപനം ഒന്ന് ക്ലച്ച് പിടിക്കുന്നവരേക്കും അത് മതി. മാസം ഒരു 50,000 രൂപയോ ഒക്കെ സമ്പാദിക്കുന്ന ലെവലിലേക്ക് എത്താൻ ചിലപ്പോൾ അത് മതി. പക്ഷേ അതിനുശേഷം ഇതൊരു ആ നഗരത്തിലെ ഒരു പ്രധാന സ്ഥാപനമായിട്ട് മാറണം. ആ ലെവലിലേക്ക് ഇത് 10x വളർച്ചയിലേക്കൊക്കെ ഇത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആ 50,000 രൂപയുണ്ടാക്കുന്ന സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ക്വാളിറ്റീസ് യൂസ് ചെയ്തോ, എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തോ, ആ സ്ട്രാറ്റജി അല്ല ഈ 50,000 നിന്ന് ഈ സ്ഥാപനം പിന്നെ 5 ലക്ഷത്തിലേക്ക് വളരുന്ന 5 ലക്ഷം വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനമായി വളരുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ആ സ്ട്രാറ്റജി അല്ല 5 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷം ഉണ്ടാക്കുന്ന സ്ഥാപനമാക്കി മാറ്റുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെയൊക്കെ സ്ട്രാറ്റജി മാറി. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു സ്ഥാപനം ഉണ്ടാക്കി ക്ലച്ച് പിടിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സിൻ്റെ നോളജ് മതി, ആ കാര്യം ചെയ്യാനുള്ള നോളജ് മതി. പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന ഒരാൾ രണ്ടാമത് ആ സ്ഥാപനത്തേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ അവിടെ എന്തോ ചിന്തിക്കുക. നിങ്ങളുടെ കോഴ്സിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കുഴപ്പമായിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവരെ ഡീൽ ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ അവർ കയറി വരുമ്പോൾ ചിരിച്ചില്ല എന്നുള്ളതായിരിക്കും. കയറി വരുമ്പോൾ എന്തോ പൈസ കടം തരാനുള്ള ആൾക്കാർ കയറി വരുന്ന പോലെ ഫീൽ ഉണ്ടായിട്ടുണ്ടാവും മുഖത്ത്. അവിടേക്കാണ് സോഫ്റ്റ് വാല്യൂസ് വർക്ക് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, നിങ്ങൾ ഏതൊരു സ്ഥലത്തും ആദ്യത്തെ ഒരു ഫേസിൽ വളർന്ന് എത്തുവാൻ നിങ്ങൾക്കതിൻ്റെ ടെക്നിക്കൽ നോളജേ ആവശ്യമുള്ളൂ. അവിടെ നിന്ന് അതിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങൾക്ക് വളരാൻ നിങ്ങൾക്ക് സാമൂഹ്യ ഗുണങ്ങൾ വേണം, മനുഷ്യരുമായി ഇടപഴകുവാനുള്ള ഗുണങ്ങൾ വേണം, മനുഷ്യരെ അല്പസ്വല്പമൊക്കെ തൃപ്തിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനുള്ള കഴിവുകൾ വേണം, മനുഷ്യരുടെ കൂടെ മിങ്കിൾ ചെയ്യാനുള്ള കഴിവുകൾ വേണം. അവിടെ നിങ്ങൾ പഠിച്ച കോഴ്സിലെ നോളജ് അല്ല യൂസ് ആവുന്നത്. ഇത് എവിടുന്ന പഠിക്കുക? ഇതൊന്ന് നിങ്ങൾ സ്വയം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. ഒരു CCTV ക്യാമറ ഒക്കെ വെച്ചോളൂ, എന്നിട്ട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ സ്വയം നോക്കി കണ്ടുപിടിക്കും. അല്ലാതെ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള സക്സസ്ഫുൾ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെയുള്ള ഈ മെയിനായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഈ ക്ലയൻറ്റുകളോടൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അവരെ വൈബ്രൻ്റായിട്ട് ഇടപഴകുന്നത് ആളുകളോട്, ആളുകളെ പ്ലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാം വെൽക്കം, നിങ്ങളെ അവരുടെ ആളായിട്ട് പരിഗണിക്കുന്ന പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രകടനം, ഇതൊക്കെ നിങ്ങളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ അന്തം വിട്ട് എക്സ്പീരിയൻസ് ചെയ്യല്ല, ഒബ്സർവ് ചെയ്യുക. എന്താണ് അവിടെ ഇടുന്ന ഫ്ലേവർ, അതാണ്. മറ്റത് നിങ്ങൾ സ്ഥാപനം ഇങ്ങനെ വളർത്തി ഉണ്ടാക്കുമ്പോൾ അത് പുഴുങ്ങൽ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ അതിൽ ആ ഫ്ലേവേഴ്സ് ഇടാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ യുണീക്നെസ് അവിടെ ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിൻ്റെ. ആ ഫ്ലേവേഴ്സ് നിങ്ങൾക്കൊരു കോഴ്സൊന്നും കിട്ടില്ല, ഒരു സ്കൂളിൽ നിന്നും എവിടെ നിന്നും കിട്ടില്ല, ഒരു ഡിഗ്രി അതിനില്ല. അത് നിങ്ങൾ അനുഭവ പരിചയങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ സെൽഫ് തിങ്കിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ സൊസൈറ്റിയിലുള്ള നല്ല ബിഹേവിയർ ഉപയോഗിച്ച് അവരുടെ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്ന ആളുകളെ നോക്കി പഠിക്കാവുന്നതാണ്. നോക്കിയിട്ട് അതുപോലെ നമുക്ക് ആവാൻ പറ്റില്ല, നമ്മുടെ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ മതി. ഇവിടെയാണ് സോഫ്റ്റ് സ്കിൽസിൻ്റെ യൂസേജ് വരുന്നത്. സോഫ്റ്റ് സ്കിൽസ് ഇത് ലോകത്തെവിടെ നിന്നും ആർക്കും നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. നോക്കിയേ, ഇതൊരു കടങ്കഥയാണ്.
ലോകത്താർക്കും നിങ്ങളെ അത് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിക്കാൻ പറ്റും. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് സോഫ്റ്റ് സ്കിൽസ്. നമ്മളൊരു അക്കാഡമിയിൽ നിന്നും, നമ്മൾ ഒരു കോഴ്സിൽ നിന്നും, ഒരു ഡിഗ്രികളിൽ നിന്നും പഠിച്ചെടുക്കാൻ പറ്റാത്തതും, എന്നാൽ നിങ്ങൾക്ക് ജനറലി സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്തിട്ട് നല്ല പോലെ വിജയങ്ങൾ നേടിയ ആളുകളെ നോക്കിയിട്ട് അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാവുന്ന, അങ്ങനെ ഒരു 100 പേരുടെ സ്വഭാവങ്ങളിൽ നിന്നൊരു 1/4 സ്വഭാവം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള സാധനങ്ങളും, നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് സാധനങ്ങളും നിങ്ങൾ നോക്കി പഠിച്ച സാധനങ്ങളും കൂടെ ക്ലബ്ബായിട്ടൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളിലുണ്ടാവും. ദാറ്റ് ഈസ് യുവർ പേഴ്സണാലിറ്റി. അതാണ് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് ഉപയോഗിക്കാവുന്ന നിങ്ങളുടെ ക്വാളിറ്റി. നിങ്ങളുടെ ആ ക്വാളിറ്റി നിങ്ങളുടെ ആ നോളജിൻ്റെ കൂടെ ചേരുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയുടെ മാക്സിമം ഉണ്ടാകുന്നത്. നിങ്ങൾ സ്കിൽഡ് ആണ്, ഹൈലി സ്കിൽഡ് വിത്തൗട്ട് ക്വാളിറ്റി, പേഴ്സണൽ ക്വാളിറ്റീസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആണ്, മീൻസ് നല്ല ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക്, നല്ല മനുഷ്യത്വ, എന്താ പറയുക, നല്ല നല്ല മനുഷ്യത്വ ഗുണങ്ങളുണ്ട്, നല്ല ക്വാളിറ്റീസ് ഉണ്ട്, നല്ല സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സ്കില്ലുകളില്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാനേ പറ്റില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, ഒന്നും തുടങ്ങാൻ പറ്റില്ല. ചിന്തിക്കണം. നിങ്ങൾക്ക് സ്കില്ലുകളുണ്ട് പക്ഷെ ക്വാളിറ്റി ഇല്ലെങ്കിൽ തുടങ്ങും, മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്കില്ലുകളില്ല പക്ഷെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഭാവന കണ്ടുകൊണ്ടിരിക്കും, തുടങ്ങുകയില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ഡെഡിക്കേറ്റ് യുവർ ടൈം ഫോർ ഡെവലപ്പ് യുവർ സോഫ്റ്റ് സ്കിൽസ് ഓർ സോഫ്റ്റ് വാല്യൂസ്. അത് എനിക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും, അത് ഉറപ്പാണ്.